അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നേരെ ടെറസിന്റെ വണ്ടിയിലോട്ട് കയറി. താഴെയാണെങ്കിൽ കുറേ പിള്ളേർ നിൽപ്പുണ്ട്. പിള്ളേർക്കൊക്കെ ഇരുന്ന് ടാറ്റ. പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ പൂച്ചയുണ്ട്. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ എവിടെ മീൻ വാങ്ങിച്ച് വെച്ചത് കട്ട് വരെ ഒരു കള്ളി പൂച്ചയാണ്. അങ്ങനെ തന്നെ ഇന്ദ്രനെ പേര് വെത്തൊരു പൂച്ചയാണിത്. എനിക്കാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി, എനിക്ക് 5 ദിവസം പോകുന്നവരെ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഇവിടെ എന്നെ കളിയാക്കും, നീ നൈറ്റ് ഡ്യൂട്ടി പോയി പട്ടിപ്പണി എടുക്കുമ്പോൾ ഞാൻ ഇവിടെ കിടന്ന് സൂചിച്ച് ഉറങ്ങുകൂടി. ഞാൻ ഡ്യൂട്ടിക്ക് ഭയങ്കര വിഷമത്തിലാണ് പോയത്. ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് ഇടയ്ക്കിരുന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. എൻ്റെ കയ്യിലാണ് 10cc സിറിഞ്ച് കുത്തിക്കയറി. നല്ല വേദനയായിരുന്നു എനിക്ക്. അനന്തും ഉണ്ടായിരുന്നു, ആൽബ്രട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴിയാട്ടോ. ആൽബ്രട്ടിനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ചക്കനല്ലാട്ടോ, അവൻ മണിപ്പൂരുകാരൻ. അവനെ ഞങ്ങൾ കൊണ്ടുപോകാൻ മലയാളി ഫുഡ് ട്രൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി. രാവിലെ ഫുഡൊന്നും കഴിച്ചാൽ നല്ല വിശപ്പായിരുന്നു. ജ്യോതിയാണ് ചുമ്മാ റൂമിൽ ഇരിക്കുക. ഞങ്ങളോട് പറഞ്ഞ് വാടി ഫുഡ് കഴിക്കാം, പല്ലും തേക്കാണ് എൻ്റെ കൂടെ വന്നേക്കുമെന്ന് തോന്നി കണ്ടിട്ട്. ഞങ്ങൾ നേരെ പോയത് പീക്കോയി റെസ്റ്റോറൻറ്റിൻ്റാണ്. അവിടെ ചെന്നപ്പോൾ ആകെ ഉള്ളതെന്ന് വെച്ചാൽ അവർ ഒരു അപ്പവും ചിക്കൻ കറിയും ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ പോരട്ടെ, അപ്പം ചിക്കൻ കറിയും പോരട്ടെ എന്ന് വെച്ച് ഞങ്ങൾ അങ്ങനെ അപ്പവും ചിക്കൻ കറിയും കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫുഡിന്. ആൽബർട്ടിൻ്റെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചോദിച്ചു എങ്ങനെയുണ്ട്, ഇറ്റ്സ് യമ്മി എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോകാൻ ഞങ്ങൾ. ബൈ.